മക്ക ഫതഹായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ചെയ്യാണ്. ഈ തവാഫ് ചെയ്യുമ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിയിൽ കുത്തി കൊലപ്പെടുത്താൻ ഒരു ആയുധം കരുതി നബിയോടൊപ്പം നടക്കുകയാണ്. ഫുദാല ഇബ്നു ഉമൈർ അൽ-ലൈസി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫുദാല ഇബ്നു ഉമൈർ അൽ-ലൈസി നബിയോട് ഒട്ടിയാണ് അയാൾ തവാഫ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അയാളുടെ അധരങ്ങൾ ചിലത് മന്ത്രിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫുദാലയോട് പറയാണ്, ഫുദാല, നിങ്ങൾ എന്താണ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? അപ്പോൾ അയാൾ പറയാണ്, ഞാൻ അദ്കുറുല്ലാഹ്, ഞാൻ അള്ളാഹ്ക്ക് ദിക്റെടുക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ നെഞ്ചിൽ തട്ടി, എന്നിട്ട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാഹ്, അള്ളാഹിനോട് പൊറുക്കലിനെ തേട്. നെഞ്ചിൽ തട്ടി പറഞ്ഞു, അള്ളാഹിനോട് പൊറുക്കലിനെ തേട്. മനസ്സിലായില്ലേ? അതോടുകൂടിയിട്ട് അദ്ദേഹം പറയാണ്, മുഹമ്മദിൻ്റെ ആ തട്ടേറ്റ് നെഞ്ചിലേറ്റ് അതോടുകൂടി എൻ്റെ ഹൃദയത്തിന് വിശാലതയുണ്ടായി. മുഹമ്മദ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി. അതില്ല എങ്കിൽ ഞാൻ ഒരായുധം കരുതി അതുകൊണ്ട് മുഹമ്മദിനെ കുത്താനായിരുന്നു പരിപാടിയിട്ടിരുന്നത് എന്നാണ്. ഇതെപ്പോ മക്ക ഫതഹായതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ശത്രുവിനെ അതും എങ്ങനെ ചതിയിൽ കൊല്ലാൻ, മക്ക ഫതഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും മാപ്പ് നൽകി. അവിടെയുള്ള മുശ്രിക്കുകളുടെ വിഷയത്തിൽ കഠിനമായി സംസാരിച്ചവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുസ്ലിമീങ്ങളിൽ നിന്ന് കഠിനമായി സംസാരിച്ചവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടത് വിലക്കി. അൽ-യൗം യൗമുൽ മൽഹമ, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിനമാണ് എന്ന് സഅദ് ബിൻ ഉബാദ പറഞ്ഞപ്പോൾ അൽ-യൗം യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി പ്രഖ്യാപനം നടത്തി. അത് പറഞ്ഞ സഅദ് ബിൻ ഉബാദയെ സൈന്യത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മകൻ ഖൈസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചു. ഇങ്ങനെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കഥ കടച്ചിരിക്കുന്നവൻ നിർഭയനാണ്, വീട്ടിലിരിക്കുന്നവൻ നിർഭയനാണ്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവൻ നിർഭയനാണ്, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവൻ നിർഭയനാണ്. എല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർഭയത്വം നൽകി. അങ്ങനെ പ്രതിക്രിയ അർഹിക്കുന്ന ഒരു വിഭാഗം അവർക്ക് മാപ്പ് നൽകിയിട്ട് ആ ആളുകളിൽ ചിലർ അവരാണ് ചതിപ്രയോഗം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകരം നൽകിയത് തിരുനബിയുടെ സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആർദ്രതയുള്ള അലിവുള്ള പെരുമാറ്റമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ രക്തത്തിലല്ല ദാഹിച്ചത്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സന്മാർഗത്തിലും അവരുടെ സൽപാന്താവിലും ഹിദായത്തിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം വെച്ചത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിലഷിച്ചത്. ഇങ്ങനെ സഹോദരന്മാർ, നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങൾ വായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു ആളുവിഭാഗങ്ങളോട് പെരുമാറിയതിൻ്റെ ഉദാഹരണങ്ങൾ, ഇത്തരം തിരുനബിയുടെ ചരിത്രങ്ങൾ ഇത് പഠിച്ച് ഇത് പറയേണ്ട, ഇത് പ്രചരിപ്പിക്കേണ്ട ആളുകളാണ് നമ്മൾ മുസ്ലിമീങ്ങൾ. പക്ഷെ പലപ്പോഴും ഇത്തരം ശോഭനീയമായ തിരുചരിതങ്ങൾ പല മുസ്ലിമീങ്ങൾക്കും അജ്ഞമാകുന്നു. ഈ വർത്തമാന യുഗത്തിൽ ഇന്ന് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുന്ന അപവാദങ്ങൾ, വ്യാജങ്ങൾ, അതാണ് കാട്ടുതീ പോലെ പടക്കുന്നത്. തിരുനബിയെക്കുറിച്ച് അറിയേണ്ടത് അറിയാതെ ഈ ശത്രുവിൻ്റെ അപവാദങ്ങളാണ് പലരും പ്രഥമമായി വായിക്കുന്നത്, കൂടുതൽ വായിക്കുന്നത്. എല്ലാം അറിയേണ്ടെന്ന നിലക്കാണ് പലരും എല്ലാം മറിച്ചും എല്ലാം തെളിയിച്ചും വായിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അനിവാര്യമായും അറിയേണ്ട വിഷയങ്ങൾ അറിയാതെ ഈ അപവാദങ്ങൾ വായിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾ ഖൽബ് തഖല്ലുബിൽ നിന്നാണ്. അതുകൊണ്ടാണ് പലരുടെയും അടിപതറുന്നത്, പലരും വ്യതിചലിക്കുന്നത്, ശത്രുക്കളുടെ ആയുധങ്ങളായി പരിണമിക്കുന്നത്. അല്ലാഹു നമ്മളെ അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വലിയ മുസീബത്താണത്.